പത്മജ BJP-യിൽ ചേർന്നത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ സൂപ്പർ പാരയായി. വേലിയിൽ കിടന്ന പാമ്പിനെയാണ് സുരേഷ് ഗോപി എടുത്ത് തോളത്തിട്ടത്. പത്മജയ്ക്ക് BJP-യിലേക്ക് വഴിയൊരുക്കിയത് സുരേഷ് ഗോപിയാണെന്നാണ് പുറത്തു കേട്ട വാർത്തകൾ. സുരേഷ് ഗോപി പണ്ട് കെ കരുണാകരൻ്റെ വാലെ പിടിച്ച് നടക്കുമ്പോൾ മുതൽ പത്മജയുമായി അടുപ്പമുണ്ട്. രണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ പോലും ഇരുവരും സൗഹൃദം സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് സുരേഷ് ഗോപി പത്മജയ്ക്ക് BJP-യിലേക്കുള്ള പാലമായത്. പത്മജയെ BJP-യിൽ എത്തിച്ചത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ഒരു സഹായമാകുമെന്നായിരുന്നു കണക്കൂട്ടൽ. അത് കൃത്യമായി മണത്തറിഞ്ഞ കോൺഗ്രസ്, പ്രത്യേകിച്ച് സതീശനും KC വേണുഗോപാലും നന്നായി കളിച്ചു. സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കുകയായിരുന്നു. പത്മജയെ ഇറക്കി കളിക്കാനുള്ള BJP-യുടെ തീരുമാനം, ആ തന്ത്രം പൊളിച്ചെടുക്കാനാണ് K മുരളീധരനെ മണ്ഡലം മാറ്റി തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം കേട്ടപ്പോൾ രണ്ട് കൈ നീട്ടിയാണ് മുരളീധരൻ സ്വീകരിച്ചത്. മാത്രമല്ല, അത് മുരളീധരൻ പ്രതീക്ഷിച്ചുമിരുന്നു. പത്മജയ്ക്കും സുരേഷ് ഗോപിക്കും ചുട്ട മറുപടി കൊടുക്കാൻ മുരളിയെ കൊണ്ടേ പറ്റൂ. പാർട്ടി ആവശ്യപ്പെട്ടാൽ K മുരളീധരനെതിരെ പ്രചാരണത്തിനിറങ്ങുമെന്നാണ് പത്മജ പറഞ്ഞത്. പ്രചാരണത്തിനിറങ്ങിയല്ല, വേണ്ടി വന്നാൽ മുരളിക്കെതിരെ മത്സരിക്കുമെന്ന് പറയണം. പിന്നെ പാർട്ടി ആവശ്യപ്പെട്ടാലല്ല പ്രചാരണത്തിന് ഇറങ്ങേണ്ടത്, സ്വമേധയാ ഇറങ്ങണം. അതാണ് ഒരു പാർട്ടി പ്രവർത്തകയുടെ കടമ. പാർട്ടി പറയുന്നത് വരെ നോക്കി നിൽക്കരുത് പത്മജയെ. പക്ഷേ പത്മജ കൂടെ കൂടിയത് ഒരു ദുരന്തമാണ് സുരേഷ് ഗോപിക്ക്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പത്മജ കൂടെ കൂടിയത് കൊണ്ട് മാത്രം സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകും. ഇല്ലെങ്കിൽ 2-ാം സ്ഥാനത്തെങ്കിലും വന്നേനെ. സുരേഷ് ഗോപിക്ക് കണ്ടക ശനിയാണെന്ന് ഒരു ജ്യോത്സ്യം പറഞ്ഞത് എത്ര ശരിയാണ്. കണ്ടക ശനി കൊണ്ടേ പോകൂ. വിനാശകാലെ വിപരീത ബുദ്ധി. വല്ല കാര്യവും ഉണ്ടായിരുന്നോ സുരേഷ് ഗോപിക്ക് ഈ കുരിശിനെയൊക്കെ എടുത്ത് തോളത്ത് വയ്ക്കാൻ? വരാൻ പോകുന്ന അപകടം മണത്തറിയണമായിരുന്നു. അതെങ്ങനെ ആരും അറിയാതെ അങ്ങ് കേന്ദ്രത്തിൽ കൊണ്ടാക്കിയതല്ലേ, അനുഭവിച്ചു. BJP സംസ്ഥാന നേതൃത്വം അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഉണ്ടാവുകയില്ലായിരുന്നു. സുരേഷ് ഗോപിയോട് ഒന്നേ പറയാനുള്ളൂ, പാർട്ടി സംസ്ഥാന നേതൃത്വവുമായും വിധേയപ്പെട്ടു പോവുക. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ കോൺഗ്രസ്സിൽ ആരും സഹായിച്ചില്ലെന്നും ഓരോ കാര്യത്തിനും കാലുപിടിക്കേണ്ട അവസ്ഥയായിരുന്നുവെന്നൊക്കെ പത്മജ പറയുന്നത് വികൃതമായ മുഖം വെളുപ്പിക്കാനാണ്. അത്രയ്ക്കൊന്നും പറയാൻ പത്മജയ്ക്ക് എന്ത് യോഗ്യതയാണെന്ന് ആദ്യം മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. KPCC പ്രസിഡന്റിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും അച്ഛൻ സഹായിച്ചവരിൽ നിന്നാണ് ഏറ്റവും അധികം ഉപദ്രവം നേരിടേണ്ടി വന്നതെന്നും ഇനിയൊരു മടക്കമില്ലെന്നുമാണ് പത്മജ പറഞ്ഞത്. അല്ല, മടങ്ങി ചെന്നാൽ മതി, രണ്ട് കൈ നീട്ടി അവർ സ്വീകരിക്കും. നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? നിങ്ങളെക്കുറിച്ചൊരു കോൺഗ്രസ്സുകാരനും ഓർക്കുക പോലുമില്ല. പുകഞ്ഞ പുള്ളി പുറത്തു തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഗതി എന്തായിരിക്കുമെന്ന് കണ്ടറിയണം.